നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗളൂരുവിലെ ലോക് ഭവനിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ദീർഘകാല രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിനും പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിനും നന്ദി പറഞ്ഞു. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് താൻ എത്തിയ കഥ അദ്ദേഹം തന്നെ വിവരിച്ചു. DK ശിവകുമാറിൻ്റെ അധികാരാരോഹണത്തിലൂടെ ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ഒരു പുതിയ കുതിപ്പിനൊരുങ്ങുന്നു. ഒരു വശത്ത് DKയുടെ സംഘടനാ മികവ്, മറുവശത്ത് അദ്ദേഹത്തിൻ്റെ ജനകീയ സാന്നിധ്യം. സംഘടനാ വിദഗ്ധൻ, പോരാളി, ജനകീയ നേതാവ്, കോൺഗ്രസിൻ്റെ രക്ഷകനായി എത്തുന്ന DKയുടെ മറ്റൊരു പിറവി. DK ശിവകുമാറിൻ്റെ ജീവിതം അസാധാരണമാണ്. വിവാദങ്ങളും രാഷ്ട്രീയ വളർച്ചയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇഴപിരിഞ്ഞു കിടന്നു. ഒരു വശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ, മറുവശത്ത് രാഷ്ട്രീയ ആക്രമണങ്ങൾ. എന്നാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പലപ്പോഴും DK ഒരു രക്ഷകന്റെ റോളിൽ അവതരിക്കുന്ന പേരാണ്. പാർട്ടിക്കുള്ളിലെ നിരന്തര അധികാര പോരാട്ടങ്ങൾ, വിട്ടുവീഴ്ചയില്ലാത്ത സമരം. കോൺഗ്രസ് പ്രതിസന്ധിയിലാകുമ്പോൾ പാർട്ടിയെ രക്ഷിക്കുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് പലപ്പോഴും അദ്ദേഹത്തിനുള്ളത്. കേരളം, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള ഫണ്ട് ഉൾപ്പെടെ എത്തിക്കുന്ന ട്രബിൾ ഷൂട്ടർ. 2017 ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് MLA-മാരെ സുരക്ഷിതമായി ബംഗളൂരുവിലെത്തിച്ച് അവരെ റിസോർട്ടിൽ പാർപ്പിച്ച ബുദ്ധി. 2019 മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായപ്പോഴും അവിടെ രക്ഷകനായി അവതരിച്ചത് DK ശിവകുമാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ പ്രാദേശിക നേതാവ് എന്ന വിശേഷണമാണ് DK ശിവകുമാറിനുള്ളത്. ഒരു വശത്ത് ട്രബിൾ ഷൂട്ടർ എന്ന ഇമേജ്, മറുവശത്ത് പൊളിറ്റിക്കൽ കിങ് മേക്കർ. കോൺഗ്രസിൻ്റെ രക്ഷകൻ ഇതാ കർണാടക മുഖ്യമന്ത്രി കസേരയിലെത്തിയിരിക്കുന്നു. ദ ജെയിൻ കില്ലർ DK എന്ന സൂപ്പർ ബ്രാൻഡ്. 2023 അത്ര പെട്ടെന്നൊന്നും BJPയും കേന്ദ്ര സർക്കാരും മറക്കില്ല. നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിരവധി തവണ റോഡ് ഷോയും റാലിയും നടത്തി കർണാടകയിൽ തങ്ങളുടെ അധികാര സ്വാധീനം ഉറപ്പിക്കും എന്നുറപ്പിച്ച നാളുകൾ. BJPയുടെ ദേശീയ നേതൃത്വം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. കർണാടക രാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമാണ് എന്നവർ വിലയിരുത്തി. എന്നാൽ കർണാടകയിൽ BJP നിലം പൊത്തിയതോടെ DKയുടെ ഉയർപ്പാണ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇതോടെ DK ശിവകുമാറിൻ്റെ ഇമേജ് ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം ഉയർന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് തങ്ങളുടെ അതിവിശ്വസ്തനായി DK ശിവകുമാറിനെ കണ്ടിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ചെറിയ ഭാരവാഹിയിൽ നിന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായുള്ള DK ശിവകുമാറിൻ്റെ വളർച്ച. താഴെത്തട്ടിൽ പ്രവർത്തിച്ചും പോരാടിയും പാർട്ടി കെട്ടിപ്പടുത്തും അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതൃനിരയിലെത്തി. 1979 കാലഘട്ടം. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കർണാടകയിലെ കരുത്തനായ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ദേവരാജ് ഉർസ് പാർട്ടി വിടുന്നു. ദേവരാജിനൊപ്പം അന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പാർട്ടി വിട്ടു. അന്ന് പാർട്ടി യുവനിരയെ പിടിച്ചു നിർത്താൻ ഇന്ദിരാഗാന്ധി കണ്ടെത്തിയ ഒരു യുവരക്തമായിരുന്നു DK ശിവകുമാർ എന്ന 20കാരൻ. DK ശിവകുമാറിന് അർഹതയ്ക്ക് അംഗീകാരമെന്നതുപോലെ 1985 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ലഭിക്കുന്നു. രാഷ്ട്രീയ കളരിയിൽ അനുഭവം കൊണ്ടും ജനപിന്തുണ കൊണ്ടും കരുത്തനായ HD ദേവഗൗഡയാണ് എതിർ സ്ഥാനാർത്ഥി. ദേവഗൗഡയുടെ തട്ടകമായ സത്താനൂരിൽ അദ്ദേഹത്തെ നേരിടാനുള്ള വലിയ ദൗത്യമാണ് കോൺഗ്രസ് പാർട്ടി DKയെ ഏൽപ്പിച്ചത്. അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുവെങ്കിലും 15,000 വോട്ടിന് DK ദേവഗൗഡയോട് പരാജയപ്പെട്ടു. പക്ഷേ അന്ന് DK മനസ്സിൽ കുറിച്ചു, ദേവഗൗഡയെ താൻ തെരഞ്ഞെടുപ്പ് കോതയിൽ മലർത്തിയടിക്കും. ദേവഗൗഡയെ നേരിട്ട് വെല്ലുവിളിക്കുന്ന DKയുടെ ചങ്കുറപ്പ് അത് വലിയൊരു കുടുംബപ്പോരിലേക്ക് വഴിതെളിച്ചു. അതുവഴി DK എന്ന രാഷ്ട്രീയ ചാണക്യൻ്റെ വളർച്ചയും. ഒക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള പാർട്ടിയുടെ യുവമുഖമായി DK ശിവകുമാർ മാറി. വെറ്ററൻ നേതാവായ SM കൃഷ്ണയുടെ പകരക്കാരനായി നേതൃത്വം അദ്ദേഹത്തെ കണ്ടു. 1999 നടന്ന തെരഞ്ഞെടുപ്പിൽ ദേവഗൗഡയുടെ കോട്ടയിൽ മകൻ HD കുമാരസ്വാമിയെ തറപറ്റിച്ചുകൊണ്ട് DK വിജയക്കൊടി പാറിച്ചു. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവറിയിപ്പ് കൂടിയായി. SM കൃഷ്ണ മന്ത്രിസഭയിൽ നഗരവികസന മന്ത്രിയായി വലിയ അംഗീകാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2004 കനകപുര ലോക്സഭാ മണ്ഡലത്തിൽ തേജസ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയതും DK.
തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മഹാമേരുവായ ദേവഗൗഡയ്ക്ക് നാണം കെട്ട പരാജയം. ഇതോടെ ദേവഗൗഡ DK ശിവകുമാറിന് മുന്നിൽ തളർന്നു വീണു. 99-ലും 2004-ലും നേടിയ 2 ഉജ്ജ്വല വിജയം. ഇതായിരുന്നു DKയുടെ രാഷ്ട്രീയ കരിയറിലെ നാഴികക്കല്ലുകൾ. ആ കാലഘട്ടത്തിൽ കർണാടകയിൽ ഏറ്റവും പ്രതീക്ഷയുണർത്തിയ യുവനേതാവ്. റൂറൽ ബംഗളൂരുവിലും വൊക്കലിംഗ സമുദായത്തിൻ്റെ ഹൃദയത്തിലും ഒരുപോലെ DK ഇടം കണ്ടെത്തി. ദേവഗൗഡ കുടുംബവുമായി മറ്റൊരു വൈരത്തിന് തുടക്കമിടുകയായിരുന്നു DK ശിവകുമാർ. ആ കുടുംബത്തെ തറപറ്റിക്കുമെന്ന് DK ശപഥം ചെയ്തു. പിന്നീട് രാജ്യം കണ്ടത് 1.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന രാഷ്ട്രീയ വൈരത്തിൻ്റെ നാളുകൾ. 2006-2013 കാലഘട്ടം അന്ന് DKയ്ക്ക് തിരിച്ചടികളുടെ കാലമായിരുന്നു. കോൺഗ്രസിൽ നിന്നും വേർപിരിഞ്ഞ തരം സിംഗുമായി ചേർന്ന് ദേവഗൗഡ അധികാരത്തിലേറിയ കാലം. DKയോടും SM കൃഷ്ണയോടും കണക്ക് തീർക്കാനുള്ള ഒരു അവസരമായി തൻ്റെ ഭരണകാലത്തെ ദേവഗൗഡ കണ്ടു. DKയുടെയും സഹോദരൻ DK സുരേഷിൻ്റെയും ഖനി വ്യവസായങ്ങൾക്ക് പൂട്ടുവീണു. എന്നാൽ 2013-ൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ DK എല്ലാം തിരിച്ചുപിടിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ദേവഗൗഡ ചാർത്തിക്കൊടുത്ത അഴിമതിയുടെ കളങ്കം DKയ്ക്ക് തിരിച്ചടിയായി. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടിയിൽ നിന്നുയർന്ന മുറവിളി, ശക്തമായ സമ്മർദ്ദം. ഒടുവിൽ 6 മാസങ്ങൾക്ക് ശേഷം DKയെ മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് എത്തിക്കേണ്ടി വന്നു സിദ്ധരാമയ്യയ്ക്ക്. 2017 വർഷം അന്ന് DKയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്ന കാലഘട്ടം. അഹമ്മദ് പട്ടേലിൻ്റെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഗുജറാത്തിലെ MLA-മാരെ പാർട്ടിയിൽ നിന്ന് നടത്തിമാറ്റാൻ BJP കൊണ്ടുപിടിച്ച നീക്കം നടത്തുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡും സോണിയാഗാന്ധിയും വിശ്വസിച്ച് വിളിച്ചത് DK ശിവകുമാറിനെ. അന്ന് ഗുജറാത്തിൽ നിന്നെത്തിയ MLA-മാർക്ക് DK ബംഗളൂരുവിൽ സുരക്ഷിത റിസോർട്ട് വാസം നൽകുന്നു. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മുഖമായി. ഒപ്പം BJP പിന്നീട് DK ശിവകുമാറിനെ വേട്ടയാടാൻ തുടങ്ങി. 2018-ലെ തെരഞ്ഞെടുപ്പ്. HD കുടുംബവുമായുള്ള പോരവസാനിപ്പിക്കാൻ DK തീരുമാനമെടുത്തു. അല്പായുസ് മാത്രമുള്ള ഒരു സർക്കാരായിരുന്നു അതെങ്കിലും BJPക്ക് കനത്ത ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകാൻ അന്ന് DKയ്ക്ക് കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി DK ശിവകുമാർ കണക്കാക്കപ്പെടുന്നു. കനകപുരിയിൽ നിന്ന് 8 തവണ MLA ആയിട്ടുള്ള പരിചയസമ്പന്നതയാണ് DK ശിവകുമാറിനുള്ളത്. 1989-ലെ കർണാടക നിയമസഭയിൽ അദ്ദേഹം തൻ്റെ ആദ്യ വിജയം നേടി. 1962 മെയ് 15-ന് കർണാടകയിലെ കനകപുരിയിലാണ് DK ശിവകുമാർ ജനിച്ചത്. രാഷ്ട്രീയമായി സജീവമായ ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വരുന്നു. ബംഗളൂരുവിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടു. അതിനുശേഷമാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മുഖ്യധാര പ്രവർത്തനങ്ങളുമായി അദ്ദേഹം നീങ്ങിയത്. 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക വിജയം നേടിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടി കർണാടകയിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നു. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് പൊതുവെ കണക്കാക്കപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ ശിവകുമാറിന് കാര്യമായ പിന്തുണ. കോൺഗ്രസ് നേതൃത്വം എന്നാൽ സിദ്ധരാമയ്യെ തെരഞ്ഞെടുത്തു. കർണാടകയിലെ MLA-മാരിൽ ബഹുഭൂരിപക്ഷവും പിന്തുണച്ചത് സിദ്ധരാമയ്യയെ. സിദ്ധരാമയ്യയുടെ അനുഭവ പരിചയം, MLA-മാർക്കിടയിലെ ശക്തമായ പിന്തുണ, കർണാടകയിലുടനീളമുള്ള ജനപ്രീതി എന്നിവ തീരുമാനത്തെ സ്വാധീനിച്ചു. ഒരു ഒത്തുതീർപ്പ് ഫോർമുല അവിടെ രൂപപ്പെട്ടു. അങ്ങനെ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2.5 വർഷം കഴിയുമ്പോൾ സിദ്ധരാമയ്യ മാറി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്ന ഒരു പരസ്പര ധാരണ. DK ശിവകുമാർ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ രാഷ്ട്രീയക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. 2023-ലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ അദ്ദേഹം സമർപ്പിച്ച സാമ്പത്തിക സത്യവാങ്മൂലം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ആസ്തി 1413 കോടി. ഇത് അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും ധനികരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാക്കി മാറ്റി. ബാങ്ക് ബാലൻസുകൾ, നിക്ഷേപങ്ങൾ, സ്വർണം, വെള്ളി, മറ്റ് സാമ്പത്തിക ആസ്തികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഏകദേശം 1140 കോടി. 273 കോടിയുടെ കൃഷിഭൂമി, പാർപ്പിട സ്വത്തുകൾ, വാണിജ്യ, റിയൽ എസ്റ്റേറ്റ് എന്നിവ. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ സുപ്രധാന ഭാഗം റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കർണാടകയിലുടനീളം അദ്ദേഹത്തിന് വിപുലമായ ഭൂമി ആസ്തികളും വാണിജ്യ സ്വത്തുക്കളുമുണ്ട്. ഒപ്പം ഖനി വ്യവസായവും വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങളും. കർണാടകയിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. തന്ത്രപരമായ നേതൃത്വം, സംഘടനാ ശക്തി, ശക്തമായ അടിസ്ഥാന ശൃംഖല എന്നിവയാൽ അദ്ദേഹം പ്രശസ്തനാണ്. 2017-ലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ
കുതിരക്കച്ചവടം തടയാൻ ഗുജറാത്തിൽ നിന്നുള്ള 47 കോൺഗ്രസ് MLA-മാരെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ റിസോർട്ടിലേക്ക് മാറ്റിയത് മറ്റൊരു വിവാദത്തിന് തുടക്കമിട്ടു. പിന്നാലെ ആദായനികുതി വകുപ്പും EDയും ശിവകുമാറിനെതിരെ അന്വേഷണവുമായി രംഗത്തെത്തി. ശിവകുമാറിന്റെ ഡൽഹിയിലെ ഫ്ളാറ്റിൽ നിന്ന് 6.68 കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചു എന്ന കേസിൽ വ്യാപാര പങ്കാളികളായ സച്ചിൻ നാരായണൻ, സുനിൽകുമാർ ശർമ്മ, ഡൽഹി കർണാടക ഭവൻ ജീവനക്കാരായ ഹനുമന്തയ്യ, രാജേന്ദ്ര എന്നിവരെ പ്രതി ചേർത്തു. 2019 ED അറസ്റ്റിലായ DK ശിവകുമാർ 50 ദിവസമാണ് ജയിലിൽ കിടന്നത്. പിന്നീട് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നു. അക്കാലഘട്ടത്തിൽ DK ശിവകുമാർ തിഹാർ ജയിലിൽ കിടന്നത് 50 ദിവസങ്ങൾ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് സുപ്രീം കോടതി പിന്നീട് റദ്ദാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B പ്രകാരം ആദായനികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കുറ്റം ചുമത്താനുള്ള ED നടപടി നിയമവിരുദ്ധമെന്നാണ് ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി. DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുമ്പോൾ നമ്മൾ മലയാളികൾക്കും സന്തോഷിക്കാനേറെയുണ്ട്. മലയാളികളായ UT ഖാദറും KJ ജോർജും ഈ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. G പരമേശ്വര ഉപമുഖ്യമന്ത്രിയാണ്. അതെ, കർണാടകയിൽ ഇനി DK യുഗം. ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.